അതുപോലെ തന്നെ വേറൊരു കാര്യം ഇപ്പോൾ ഓർമ്മ വന്നപ്പം വീഡിയോയെല്ലാം എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് ആ ഒരു കാര്യം ഓർമ്മ വന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ നമുക്ക് 1, 2, 3, 4, 5 ഒക്കെ ആണെങ്കിൽ നമ്മൾ ഓർത്ത് വെക്കും ഓരോ കാര്യങ്ങൾ. ഇത് ഓരോ ഇൻസിഡൻറ്റ് വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ വീഡിയോ ട്രോൾ ചെയ്തിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ആ ഒരു ഇൻസിഡൻറ്റ് മേ ബി അതൊരു കോയിൻസിഡൻ്റ് ആയിരിക്കാം. ചിലപ്പോൾ ആ ഒരു വ്യക്തിയെ ആ സമയത്ത് ഇത്രയും നാൾ ഞാൻ ഒരു ബ്രേക്കിന് ശേഷമാണ് ആ ഒരു നാൾ ഞാനൊരു സിനിമയിൽ മാത്രമേ ഒരു പുള്ളിക്കാരി കണ്ടിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോഴാണ് ഞാൻ അതിനെ കാണുന്നത്. ആ ഇൻസിഡൻറ്റും ചിലപ്പം എനിക്ക് നല്ലതിനായിരിക്കാം മേ ബി ആ സാധനം എനിക്ക് കൊണ്ടിട്ടത്. കാരണം നമ്മൾ മറന്നു പോകും. കാരണം കുറേയൊക്കെ നമ്മൾ 1, 2, 3 സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ ഓർത്തെടുത്ത് വെക്കും. ഇത് ഒത്തിരി ഉള്ളതുകൊണ്ട് ഞാൻ മറന്നുപോയി. അത് പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യമാണത്. ഞാൻ സൂര്യജോഡി നമ്പർ 1 എന്ന് പറഞ്ഞാൽ സൂപ്പർ ജോഡിയാണോ സൂര്യജോഡിയാണെന്ന് പറഞ്ഞൂടെ, നമ്മളുടെ ബഷീർ ബാഷി അങ്ങനെ അവരെല്ലാം ഉള്ള സീസണിൽ എനിക്ക് തോന്നുന്നു അതിനകത്ത് കുറേ ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. മൃദുല ഉണ്ടായിരുന്നു, നമ്മളുടെ ബിഗ് ബോസിലെ നമ്മളുടെ ജിഷിൻ ചേട്ടനുണ്ടായിരുന്നു, പ്രമോദേട്ടനുണ്ടായിരുന്നു. അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകളുള്ള ഒരു പ്രോഗ്രാമായിരുന്നു. സൂര്യജോഡിയാണോ സൂപ്പർ ജോഡിയാണോ അതിൻ്റെ ഒരു നൈറ്റ് പാർട്ടി ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ട്, ഞങ്ങൾ ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് നൈറ്റ് പാർട്ടി ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ദിവസം എല്ലാവരും അതിനകത്തുള്ളവർ എല്ലാവരും കൂടെ കൂടി ഞങ്ങളെല്ലാവരും കൂടെ അടിച്ചു പൊളിക്കാൻ വേണ്ടി അതിനകത്ത് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അടിച്ചുപൊളിയുടെ ഇടയ്ക്കൊരു ഇൻസിഡൻറ്റ് ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇതൊക്കെ ഒരു തെളിവാണ്. കാരണം ഇയാളിനി പറഞ്ഞുണ്ടാക്കി ഇതൊക്കെ കള്ളത്തരമാണ്. കാരണം ഇതിനൊന്നും തെളിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിക്കാൻ ഈ മുറിവുകൾ കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമ്മൾ വായാൽ പറയുന്ന കാര്യങ്ങളെ നമ്മുടെ കയ്യിലുള്ളൂ. അതുകൊണ്ടാണ് ഇതൊരു തെളിവാണ്. ആ ഇൻസിഡൻറ്റ് പോലും ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ പാർട്ടിക്ക് ഇരിക്കുന്നു. ഞങ്ങളെല്ലാവരും കൂടെ രസമായിട്ട് തമാശ കളിക്കുന്നു. പെണ്ണുങ്ങളെല്ലാം മറ്റേ ജ്യൂസ് കുടിക്കുന്നു, ആണുങ്ങൾ ഡ്രിങ്ക്സ് കുടിക്കുന്നു. അതിനകത്ത് ഡ്രിങ്ക്സ് കുടിക്കുന്ന ആൾക്കാർ ഡ്രിങ്ക്സ് കുടിക്കുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിനകത്ത്. നമ്മളെല്ലാവരും കൂടെ ആർട്ടിസ്റ്റുകളെല്ലാവരും എൻജോയ് ചെയ്യുന്ന ഒരു ടൈം. എല്ലാവരും കൂടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മളുടെ എക്തിക്സ് ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മളിരിക്കുകയാണ്. ആ സമയത്ത് ഇതുപോലൊരു ഇൻസിഡൻറ്റ് ഞങ്ങളെല്ലാം ഇങ്ങനെ കട്ടിലൊക്കെ എല്ലാവരും കൂടെ മിക്സ് ഓഫ് ആയിട്ടിരിക്കുന്നു. ചിലവർ അകത്ത് കയറി സിഗരറ്റ് വലിക്കുന്നു. അതുപോലെ ചിലവർ വന്ന് ഇങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങളും അതിനകത്ത് ആൾക്കാർ അതിനകത്ത് വേറെ അനാവശ്യങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. അതിനകത്തുണ്ടെങ്കിൽ അതിനകത്തുള്ള ആൾക്കാരെല്ലാം ഡ്രിങ്ക്സ് കുടിക്കുന്നുണ്ട്, സിഗരറ്റ് വലിക്കുന്നുണ്ട്. അല്ലാതെ അതിനകത്ത് ഒരു അനാവശ്യമില്ല. ഇനിയിപ്പോൾ ഞാൻ സിഗരറ്റ് വലിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വേറെ എന്തെങ്കിലും ആൾക്കാരെ കൂട്ടി പറയണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം പോന്നു വരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ നമ്മളെല്ലാം തമാശ പറഞ്ഞു ഞങ്ങളെല്ലാം ചിരിച്ചുകൊണ്ടിരുന്നപ്പം ജിഷിൻ ചേട്ടൻ ഇവരൊക്കെ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് ഒരു പക്ഷേ ജിഷിൻ ചേട്ടനൊക്കെ ഇത് വെളിയിൽ വന്ന് പറയുമെന്ന് തോന്നുന്നു. ആ ഇൻസിഡൻറ്റ് എല്ലാവരും കൂടെ ഇങ്ങനെ സ്റ്റക്കായിട്ട് നോക്കാം. അപ്പം ഞാനിതെന്താ നോക്കിയിട്ട് ഞാൻ നോക്കിയിട്ട് ഞാൻ കറക്റ്റ് കണ്ണാടിയിൽ കാണും. ബാത്റൂമിൻ്റെ ഒരു സൈഡിൽ ഇവിടെ ഈ സൈഡിലൊരു അലമാരി ഇരിപ്പുണ്ട്. അലമാരിയുടെ ഡോർ ഇങ്ങനെ ഓപ്പണായി കിടക്കുകയാണ്. ഈ സൈഡിൽ ഓപ്പണായി കിടക്കുമ്പോൾ ഇതിനകത്തുള്ള മിററിൽ നിന്ന് നേരെ നമ്മൾ ആ ബാത്റൂമിലോട്ട് റിഫ്ലക്ട് ചെയ്ത് ഇങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെ അത് എനിക്ക് അതിനോട് പറഞ്ഞാൽ മനസ്സിലാവും. ചിലപ്പോൾ നമ്മളിങ്ങനെ കാണുമ്പോൾ ആ കണ്ണാടി കൂടെ ബാത്റൂമിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ പുള്ളിക്കാരി ആരാന്ന് ഞാൻ പറയുന്നില്ല. അത് ആ ടീമിന് എല്ലാവർക്കും അറിയാം. ഈ പുള്ളിക്കാരിയും ഫിറോസ് ഖാനും കൂടെ അവിടെ നിന്ന് സിഗരറ്റ് വലിച്ചിട്ട് കൊടുക്കുന്നു, ഫ്രെയിംസ് അടിക്കുന്നു. ഇതാണ് ഞാൻ കാണുന്നത്. അത് ആ സമയത്താണ് ഞാൻ കണ്ടിട്ട് കുറച്ച് നേരം ഞാൻ സ്റ്റക്കായി നിൽക്കുന്നത്. ഇതെന്താ ഇവരെല്ലാവരും എന്നെ നോക്കുന്നു. ഒരു നിമിഷം ഞാൻ ബ്ലാങ്ക് ആയിട്ട് പെട്ടെന്ന് ചാടിപ്പോയി. ഞാൻ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു. അവിടെ കിടന്ന് ഭയങ്കര കരച്ചിലും ബഹളവും ഓരോ കാര്യങ്ങളും ഞാൻ അവിടെ ഉണ്ടാക്കി. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അടിച്ച് കിടന്നു. അതായത് കെട്ടിപ്പിടിച്ച് ഫ്രെയിംസ് അടിച്ചുകൊണ്ടിരിക്കും അവര്. ഇതെല്ലാം ചെയ്തിട്ടും അവിടുന്ന് ഞാൻ ഇറങ്ങി. ലാസ്റ്റ് മൃദുല എൻ്റെ കൂടെ വർക്ക് ചെയ്ത അമ്മുൻ്റെ കൂടെയാണ് ഞാൻ ചാർജ് ഇരുന്നത്. അപ്പം അങ്ങനൊരു ഇൻസിഡൻറ്റും അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മൃദുലയുടെ റൂമിലാണ് ഞാൻ കരഞ്ഞു പിടിച്ച് ഞാൻ പോയി കിടന്നതും. രാവിലെ വീണ്ടും ഇതുപോലെ കാല് പിടിച്ച് മാപ്പ് പറയലും കാര്യങ്ങളും ഒക്കെ പറയുന്നു. അത് പറ്റിപ്പോയതാണെന്ന് പറയുന്നു. അങ്ങനെ ഒത്തിരി ഇത് തുടക്കകാലത്ത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇൻസിഡൻറ്റ് ഉണ്ടായി. എനിക്കൊന്ന് മേ ബി ആ ഇയർ നോക്കുമ്പോൾ അറിയാം. സൂര്യജോഡിയൊക്കെ എനിക്ക് തോന്നുന്നൊരു 7-8 വർഷം മുന്നേ, 8-7 വർഷം അത്രേ ആയിട്ടേ ഉള്ളൂ. ആ സമയത്താണ് ഈ പറഞ്ഞ ഇൻസിഡൻറ്റ് ഉണ്ടായത്. ഇതിന് തെളിവിന് ജിഷിൻ ചേട്ടനെയോ എനിക്ക് തോന്നുന്നു ഇവരൊക്കെ ഒത്തിരി പേരുണ്ടായിരുന്നു. നമ്മളുടെ പ്രമോദേട്ടൻ ഇവരൊക്കെ പറയുമെന്ന് എനിക്കറിഞ്ഞൂടാ. ഫിറോസിനെ പേടിച്ചിട്ട് പറയുമെന്ന് എനിക്കറിയത്തില്ല. ഈ ഇൻസിഡൻറ്റും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പല ഇൻസിഡൻസും ഇയാൾ കാരണം ഇയാളെ പോലെ ഇതുപോലത്തെ കാര്യങ്ങൾ ഞാൻ ഇയാളുടെ പൊക്കിയിട്ടുണ്ട്. ഒത്തിരി ഇതുപോലെ ഒത്തിരി ഉണ്ട്. ഞാനിപ്പോൾ ഓർത്തുകൊണ്ട് അതും കൂടെ ഞാനിപ്പോൾ എനിക്കറിയത്തില്ല. ഗോഡ് പ്രോമിസ് ഞാൻ ആ കുട്ടിയെ കണ്ടത് അതിന് ശേഷം ഞാൻ കണ്ടിട്ട് ഇതൊരു മൂവിയിലായിരുന്നു. അതിനുശേഷം ഇപ്പം ഞാൻ വീഡിയോ എടുത്ത് ഇങ്ങനെ സ്കിപ്പ് ചെയ്തപ്പം എന്തോ എനിക്കറിയത്തില്ല. ആ വീഡിയോ കറക്റ്റ് ആ കൊച്ചിയുടെ വീഡിയോ വന്നു. അപ്പോഴാണ് ഈ ഒരു സ്റ്റോറി ഉണ്ടല്ലോ, ഇത് മെയിൻ ഒരു കാര്യമാണ്. ഞാൻ മറന്നിരുന്നു കാരണം ഒത്തിരി ഇങ്ങനെ പൊക്കി. പിന്നെ ഒരു കാര്യം,
താൻ ഇനി എന്ത് ഞങ്ങളെക്കുറിച്ച് പറഞ്ഞെന്ന് പറഞ്ഞാലും ഇനി അയാൾ പറയാൻ വേണ്ടി പോകുന്നത് ഞങ്ങൾ ദ്രോഹിച്ചു, ഞങ്ങൾ വേറെമാരോട് പോയി, മറ്റന്മാരോട് പോയി, മറിച്ചുമാരോട് പോയി. ഇയാളുടെ ഒരു ഭീഷണിയുണ്ട്. നമ്മളെ കൂടെ നിൽക്കുന്ന വർക്ക് ചെയ്യുന്ന ആൾക്കാരോടെല്ലാം ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇയാൾ വളർന്ന രീതികളും ഇയാളുടെ മനസ്സിൽ കിടക്കുന്ന കുറെ ട്രോമകളുണ്ട്. ഇതാണ് മറ്റുള്ള പെണ്ണുങ്ങളുടെ തലയിലോട്ട് അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇയാൾ. അതും എനിക്ക് തോന്നുന്നു മേ ബി ആ പെണ്ണുങ്ങളെ, നമ്മളെ ഭാര്യയായിട്ട് വരുന്ന പെണ്ണുങ്ങളെ കുറിച്ച് നമ്മളിങ്ങനെ ഭയങ്കര അബ്യൂസ് ചെയ്യുക, അതുകൂടെ തന്നെ ഇയാള് മറ്റുള്ള പെണ്ണുങ്ങളെയും അതുപോലെ അബ്യൂസ് ചെയ്ത് ഇയാളുടെ റിവെഞ്ച് തീർക്കുവാണോ എന്ന് പോലും എനിക്കൊരു ഡൗട്ടുണ്ട്. ഇത് പറഞ്ഞ് എന്തോ ആയിക്കോട്ടെ, ഇനി എന്തോ ആയിക്കോട്ടെ, ഇനി ആൾ അടുത്ത വീഡിയോ എടുക്കാൻ പോകുന്നത്. പക്ഷെ എന്നെ കൊണ്ട് ഇതെല്ലാം ഫിറോസ് ഖാനെ താൻ പറയിപ്പിച്ചതാണോ? ഇനി ഞാൻ ആരോടെ കടന്നു, ആരോട് ജീവിച്ചെന്നോ, ആരോടെ ഇനി കൊല്ലാൻ വേണ്ടി പോകുന്നു? താൻ പറഞ്ഞ അയാളാണ് എനിക്ക് ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, താൻ കൂടുതൽ അയാളെ കൊല്ലാൻ വേണ്ടി പോകുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ ചെയ്യാൻ പോകുന്നത് എന്താ? അയാളെ വെട്ടിക്കൊല്ലുമായിരിക്കും, അയാളെ കൊല്ലാൻ വേണ്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് ഞങ്ങളെ കൊല്ലാൻ വേണ്ടി നോക്കുമായിരിക്കും. ഇതിൽ കൂടുതൽ എന്തായാലും താൻ ഇനി എന്തോ കൊല്ലാനാണോ, വലിച്ചു കീറാനാണോ? താനാണോ വലിഞ്ഞു കീറിയിരുന്ന്? താനാണോ, തൻ്റെതാണോ ഇന്ന് ബോംബ് പൊട്ടിയിരിക്കുന്നത്? എന്നെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിച്ചതാണോ താന്? ഞാൻ വേണ്ട എന്റെ റോബലിന് വേണ്ടിയിട്ട് ക്ഷമിച്ച് അങ്ങേറ്റം എത്തിയിട്ട് എന്നെ കൊണ്ട് പറയിപ്പിച്ചതല്ലേ തന്റെ സ്റ്റൈലിഷ് സാധനങ്ങൾ ഇതെല്ലാം. ഇനി താൻ എന്ത് വേണമെങ്കിലും കളിച്ചോ, ഞങ്ങൾ ഇനി എന്ത് ചെയ്തെന്നോ, ഞങ്ങൾ ആദ്യത്തെ വൈഫ് ഇങ്ങനെ ചെയ്തെന്നോ, രണ്ടാമത്തെ വൈഫ് ഇങ്ങനെ ചെയ്തെന്നോ, എന്ത് വേണമെങ്കിലും പറഞ്ഞോടോ. ഇനിയും വിശ്വസിക്കുന്ന ആൾക്കാർ വിശ്വസിക്കുകയോ എടുക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. ഞങ്ങൾ അഥവാ പോയിട്ടുണ്ടെങ്കിൽ, തന്റെ കൂടെ നിന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് തന്റെ കഴിവുകേടോടോ. ഒരു പെണ്ണിനെ താൻ നോക്കേണ്ട രീതി നോക്കാത്തോണ്ടും താൻ കണ്ട പെണ്ണുങ്ങളോടെല്ലാം നടന്നിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടോ, അതുകൊണ്ടാണോ ഞങ്ങൾ പോയത്? താൻ കാണിക്കടോ. ഇനി ഞാൻ തുടങ്ങുവാണോ? ഇത്രയും മതി. ജീവിച്ച് അങ്ങേറ്റം തന്നെ പേടിച്ച് ഞങ്ങൾ ജീവിച്ച്, താൻ എന്റെ ഞങ്ങൾ പേടിച്ചല്ല, തന്നെ പേടിച്ച് ഞാൻ പറയത്തില്ല, ഒരിക്കലും പറയത്തില്ല. തന്റെ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ കയ്യിലായിപ്പോയി. ആ ഒരൊറ്റ കാര്യം കൊണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് ഒരു പേരുദോഷം ഉണ്ടാവരുതെന്ന് ചിന്തിച്ചുകൊണ്ട് മാത്രമാണോ ഇത്രയും നാൾ ക്ഷമിച്ച് ജീവിച്ചത്? പക്ഷെ ഇനി നിങ്ങളെ ഞങ്ങൾ വലിച്ചു കീറി നിയമത്തിനിട്ട് കൊടുക്കുക. നിയമം ഈ ഇന്ത്യൻ ഒരു പൗരൻ എന്നുള്ള ഒരു, നമ്മൾ മനുഷ്യനായി പറഞ്ഞ ആൾക്കാർക്ക് ഒരു ഇങ്ങനെ തെറ്റ് കാണിക്കുന്ന ആൾക്കാരെ, ഇത്രയും ക്രൂരമായി തെറ്റ് കാണിക്കുന്ന ആൾക്കാർക്ക് നിയമത്തിന് വിട്ടുകൊടുക്കുക. നിങ്ങൾക്ക് വിട്ടുതരുക. നിങ്ങൾ ഇവനെ എന്താണെന്ന് തീരുമാനിച്ചോ. എനിക്ക് ഇനി എന്തിനകത്ത് വന്നെന്ന് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ഒരു ഉള്ളിലെ എന്റെ കുഞ്ഞു നോവൂലോ, എന്റെ മോന് ഇയാളെന്ന് പറഞ്ഞ ജീവന, ആ ഒരൊറ്റ വേദന എനിക്കുള്ളൂ. എന്റെ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കണം. മോനെ പറഞ്ഞിട്ട് കാര്യമില്ല, കുഞ്ഞ് വളരുമ്പോൾ അവൻ മനസ്സിലാക്കട്ടെ. ഈ ഒരൊറ്റ കാര്യം കൊണ്ട് ഞങ്ങൾ നൊന്ത് ഈ പരിവായി. ഇനി വയ്യ, മതിയടോ. തന്റെ ബോംബ് കൂട്ടും പൊട്ടിപ്പേരും പട്ടുപേരും എല്ലാം താനിപ്പോ ഓരോരുത്തർ വിളിച്ച് കരയുന്നുണ്ടല്ലോ. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ പോകുന്നെന്ന് പറഞ്ഞപ്പം ഞാൻ അവളെ ഒന്നും ദ്രോഹിക്കത്തില്ല. എടോ, താൻ ആരെ ദ്രോഹിച്ചാലും താൻ പറയുന്നുണ്ടോ തന്റെ കൂടെ ജീവിച്ച സമയത്ത് നാണം മാനം ഇല്ലടോ. തന്റെ കൂടെ എപ്പോഴും താൻ എനിക്ക് ഡിവോഴ്സ് തരാതിരിക്കുവാടോ. താൻ എന്നെ പുഷ് വിളിക്കുക. ആദ്യത്തെ വൈഫിന് ഡിവോഴ്സ് കൊടുക്കാതിരിക്കുക. ഞങ്ങൾക്കൊക്കെ ഞങ്ങളെ കയ്യിൽ നിന്നെല്ലാം മേടിച്ചെടുത്ത് താൻ എന്തോ ഉണ്ടാക്കി, എന്നിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല മനുഷ്യ. നിങ്ങൾ നശിച്ച് ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ഇനി വരട്ടെ. അവര് മീഡിയയിൽ വന്നില്ലേലും അവര് ലീഗലി നീങ്ങും. നിങ്ങളെപ്പോലെ ഒരു വൃത്തികെട്ടവൻ ഇനി എന്തായാലും ജീവിച്ചിരിക്കേണ്ട ലോകത്ത്. നിയമം കൊണ്ട് നിങ്ങളെ വലിച്ചു കീറട്ടെ. എന്തായാലും കുറച്ചു നാളുകളായി ഫിറോസ് ഖാൻ ഇട്ടിരിക്കുന്ന വീഡിയോസ് എല്ലാം ഇപ്പോൾ പുള്ളിക്കാരൻ്റെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒന്നും കാണാൻ സാധിക്കുന്നില്ല. സച്ചിനയ്ക്ക് പിന്തുണയുമായിട്ടാണ് പല ആളുകളും മുന്നോട്ട് വന്നിരിക്കുന്നത്. എല്ലാവരും ഫിറോസ് ഖാൻ ഒരു ഫ്രോഡാണ് എന്നുള്ള തരത്തിലാണ് മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. ഫിറോസിന്റെ പ്രതികരണം എന്താകുമെന്നാണ് ഇപ്പോൾ എല്ലാവരും കാത്തു നിൽക്കുന്നത്. ഇനി ഒരു തരത്തിലും ഫിറോസിനെ വെറുതെ വിടില്ല എന്നുള്ള വാശിയോട് കൂടിയാണ് സച്ചിന ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എല്ലാം നിയമത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് വഴിയെ കണ്ടറിയാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുവാൻ മറക്കരുത്.